ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മാർക്കറ്റ് ഇൻസൈറ്റ്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കൻ FOMC മീറ്റ് ഒരു വെയിറ്റ് ആൻഡ് സീ സ്റ്റാൻസ് തന്നെയാണ് എടുത്തത്. തുടർച്ചയായി 4ാം തവണയും FOMC അതിൻ്റെ ഫെഡ് റേറ്റ് 4.25 എന്ന നിലവാരത്തിൽ തന്നെ നിലനിർത്തി. ഇൻഫ്ലേഷൻ വറീസ് തന്നെയാണ് അവർ കൂടുതലായിട്ട് പ്രൊജക്ഷൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു മൊമെൻറ്റം നമുക്ക് കിട്ടിയത് അടുത്ത FOMC മീറ്റിംഗ് അല്ലെങ്കിൽ ഈ വർഷം തന്നെ 2 റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ FOMC മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം US മാർക്കറ്റ് ഓപ്പണിംഗ് തന്നെ ഒരു പോസിറ്റീവ് മൊമെൻ്റ് ഉണ്ടാക്കുകയും US മാർക്കറ്റ് ക്ലോസ് ചെയ്തത് പോസിറ്റീവായിട്ട് തന്നെയാണ്. എന്നാൽ ഇന്ന് രാവിലെ US ഫ്യൂച്ചേഴ്സ് എല്ലാം നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് വന്നു. ഏഷ്യൻ മാർക്കറ്റും ഇന്ന് നെഗറ്റീവായിട്ട് തന്നെയാണ് തുടരുന്നത്. അപ്പോൾ കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് FOMCയുടെ ആ ഒരു മൂവ്മെൻറ്റിന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല എന്ന് തന്നെ വേണം കരുതാനായിട്ട്. ഗോൾഡ് പ്രൈസും ആദ്യം കുറച്ച് അപ് ട്രെൻഡ് കാണിച്ചെങ്കിലും വീണ്ടും ഒരു കറക്ഷൻ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും നോക്കുന്നത് US FOMC മീറ്റിനെ അപ്പുറം നമ്മൾ ഇറാൻ-ഇസ്രായേൽ യുദ്ധ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും ഒരു കൺസേൺ ആയിട്ട് മാറുന്നു. വീണ്ടും $73 പെർ ബാരൽ എന്ന രീതിയിലേക്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് കുതിച്ചു വരുന്നത് എക്കണോമിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. US മാർക്കറ്റിന് ശേഷം ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവ് ടെറിട്ടറിയിൽ ഓപ്പൺ ചെയ്യുന്നു. ഇന്ന് SGX നിഫ്റ്റി ഏകദേശം 74 പോയിൻറ്റ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്ത് വ്യാപാരം തുടരുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ടാകും. കഴിഞ്ഞ ദിവസം 24,750 എന്നൊരു സപ്പോർട്ട് നിഫ്റ്റിക്ക് കിട്ടിയെങ്കിൽ ഇന്ന് ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് F&O വീക്ക്ലി എക്സ്പയറി ഡേ ആണ്. അതിൻ്റെ ഒരു റോൾ ഓവറിനെ അനുബന്ധിച്ചുള്ള ഒരു വൊളാറ്റിലിറ്റിയും ഇൻഡെക്സുകളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 24,750 തന്നെയാണ് ഒരു മേജർ സപ്പോർട്ടായിട്ട് നിലനിർത്തുന്നത്. അതോടൊപ്പം തന്നെ ഓപ്ഷൻ ഡാറ്റയിലെല്ലാം സൂചിപ്പിക്കുന്നത് 25,000 ലെവൽ നിഫ്റ്റിക്ക് വലിയൊരു റെസിസ്റ്റൻസ് മേഖലയായിട്ട് മാറുന്നു. അപ്പോൾ അതിനപ്പുറത്തേക്കൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ നിഫ്റ്റി ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്കൗട്ട് ട്രേഡിലേക്ക് മാറത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ ഫേസിൽ തന്നെ തുടരാനാണ് സാധ്യത. അപ്പോൾ റോൾ ഓവറിനെ സംബന്ധിച്ചുള്ള വൊളാറ്റിലിറ്റി എല്ലാ മാർക്കറ്റിലുണ്ടാകും. പ്രത്യേകിച്ച് ഡേ ട്രേഡേഴ്സ് എല്ലാം തന്നെ വളരെ കോഷ്യസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് എടുക്കുക. എല്ലാവർക്കും ഒരു ഹാപ്പി ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.